ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. നമ്മൾ ഇന്ന് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്താണ്, അതിൻ്റെ ഡെഫിനിഷന്, അതിൻ്റെ കോസസ്, അതിൻ്റെ ടൈപ്സ്, അതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ്, ട്രീറ്റ്മെൻറ്റ്, നഴ്സിംഗ് മാനേജ്മെൻറ്റ്, പിന്നെ എംഗ്ലക്സിന് വേണ്ട കുറച്ച് ടിപ്സ്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ദിവസം നോക്കാൻ പോകുന്നത് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. ആദ്യമായിട്ട് നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇൻഎബിലിറ്റി ഓഫ് ദ ഹാർട്ട് ടു പമ്പ് സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് ബ്ലഡ് ടു മീറ്റ് ദ മെറ്റബോളിക് ഡിമാൻഡ്സ് ഓഫ് ദ ബോഡി. അതായത് നമ്മുടെ ശരീരത്തിന് നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യേണ്ടതിന് ആവശ്യമായ ബ്ലഡ് നമ്മുടെ ഹാർട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാത്ത സിറ്റുവേഷനെയാണ് നമ്മൾ ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം രണ്ട് ടൈപ്സ് ഉണ്ട് മെയിനായിട്ട്. ഇത് സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലറും ഡയാസ്റ്റോളിക് ഹാർട്ട് ഫെയിലറും. അപ്പോൾ നമ്മുടെ ഹാർട്ടിന് രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, സിസ്റ്റോളിക് ഫേസും ഉണ്ട്, ഡയാസ്റ്റോളിക് ഫേസും ഉണ്ട്. സിസ്റ്റോളിക് ഫേസ് എല്ലാവർക്കും അറിയാം. സിസ്റ്റോളിക് ഫേസ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ഷൻ ഫേസ് ആണ്. നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിലൊക്കെ ബ്ലഡ് ഫില്ലായി കഴിയുമ്പോൾ നമ്മൾ പുഷ് ചെയ്ത് അയോട്ട ത്രൂ നമ്മുടെ ബോഡിയിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സിസ്റ്റോളിക് ഫേസ് എന്ന് പറയുന്നത്. വൺ സിസ്റ്റോളിക് ഫേസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് നമ്മുടെ ഹാർട്ട് റിലാക്സ് ആകുമ്പോൾ ഇത് മാക്സിമം എക്സ്പാൻഡ് ചെയ്തിട്ട് വീണ്ടും ബ്ലഡ് ഫില്ല് ചെയ്യും. അതിനെയാണ് നമ്മൾ ഡയാസ്റ്റോളിക് ഫേസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഹാർട്ട് ഫെയിലിയറിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാണ് സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ, രണ്ടാമത്തേത് ഡയാസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ. അപ്പോൾ സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ പമ്പിങ്ങിനാണ് പ്രശ്നം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സിസ്റ്റോൾ ഫേസസ് എന്ന് പറയുന്നത് കോൺട്രാക്ഷൻ ഫേസ് ആണ്. നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്യുന്ന ആ ഒരു ഫേസിനെയാണ് നമ്മൾ സിസ്റ്റോളിക് ഫേസ് എന്ന് പറയുന്നത്. അപ്പം സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ, നമുക്ക് റൈറ്റ് വെൻട്രിക്കിളും ലെഫ്റ്റ് വെൻട്രിക്കിളും നമുക്ക് ഇതിന് ബാധകമാണ്. പക്ഷെ നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് ബ്ലഡ് അറിയാമല്ലോ, ബ്ലഡ് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ് അയോട്ട ത്രൂ നമ്മുടെ ബാക്കിയുള്ള ബോഡിയിലോട്ട് പോകുന്നത്. അപ്പം നമുക്ക് ലെഫ്റ്റ് വെൻട്രിക്കിൾ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. അപ്പം നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ ബ്ലഡ് ആവശ്യത്തിന് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, പൾമിനറി ലങ്സ്, ലെഫ്റ്റ് ഏട്രിയം വഴി ലെഫ്റ്റ് വെൻട്രിക്കിളിൽ ബ്ലഡ് എത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഈ ബ്ലഡ് സഫിഷ്യൻ്റ് ആയിട്ട് പുഷ് ചെയ്യാൻ, അയോട്ട ത്രൂ നമ്മുടെ ബോഡിയിലോട്ട് കൊടുക്കാൻ ഇതിന് കഴിയുന്നില്ല. ആ ഒരു അവസ്ഥയാണ് നമ്മൾ സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. ഇവിടെ പക്ഷേ ബ്ലഡ് ഫില്ലിങ് നടക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ബ്ലഡ് നമ്മുടെ റൈറ്റ് സൈഡ് ത്രൂ ലങ്സിൽ പോയിട്ട് ലങ്സിൽ നിന്ന് ഇവിടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ വരെ എത്തുന്നുണ്ട്. പക്ഷേ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഇത് പുഷ് ചെയ്യാൻ പറ്റുന്നില്ല. അതല്ല എങ്കിൽ നമുക്ക് പറയാം റൈറ്റ് ആർട്ടറി ത്രൂ റൈറ്റ് വെൻട്രിക്കിളിൽ എത്തി, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് ലങ്സിലോട്ട് പുഷ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ പറയുന്നത് സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് നമ്മുടെ ഹാർട്ടിന് കോൺട്രാക്ഷൻ ഫേസ് പ്രോപ്പറായിട്ട് ബ്ലഡ് പുഷ് ചെയ്ത് നമ്മുടെ ശരീരത്തോട്ട് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ. രണ്ടാമത്തേത് ഡയസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ. ഡയസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇവിടെ കോൺട്രാക്ഷൻ കുഴപ്പമൊന്നുമില്ല, പ്രോപ്പറായിട്ട് കോൺട്രാക്ഷൻ നടക്കുന്നുണ്ട്, പക്ഷേ ബ്ലഡ് ഫില്ലാവുന്നില്ല. നമ്മൾ പറഞ്ഞു ഡയസ്റ്റോളിക് ഫേസ് എന്ന് പറയുന്നത് നമ്മൾ ബ്ലഡ് കോൺട്രാക്ട് നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹാർട്ട് റിലാക്സ് ചെയ്യുമ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്തിട്ട് മാക്സിമം ബ്ലഡ് നമ്മുടെ ഹാർട്ടിൽ ഫില്ല് ചെയ്യുക. ആ ബ്ലഡാണ് നെക്സ്റ്റ് ടൈം കോൺട്രാക്ഷൻ ഫേസ് നമ്മൾ വീണ്ടും പുഷ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഈ ഫില്ലിങ്ങിലാണ് പ്രോബ്ലം. ഇവിടെ കോൺട്രാക്ഷൻ കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമുക്ക് കിട്ടുന്ന ബ്ലഡ് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ ഫില്ല് ചെയ്യുന്ന ബ്ലഡിൻ്റെ അളവ് കുറവാണ്. അങ്ങനെ ബ്ലഡിൻ്റെ അളവ് കുറയുമ്പോൾ നമുക്ക് ലെഫ്റ്റ് വെൻട്രിക്കിൾ ബ്ലഡിൻ്റെ അളവ് കുറയുമ്പോൾ നമ്മൾ പുഷ് ചെയ്യുമ്പോൾ കോൺട്രാക്ഷൻ എത്രമാത്രം നല്ലതാണെങ്കിൽ പോലും നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ ബ്ലഡ് ഇല്ല എങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് അത് അയോട്ട ത്രൂ നമ്മുടെ ബോഡിക്ക് കിട്ടുന്നില്ല. അതിനെയാണ് നമ്മൾ ഡയസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് കോസസ് നോക്കാം. എന്തൊക്കെയാണ് സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയറിൻ്റെ ഡയസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയറിൻ്റെ കോസസ് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കോസായിട്ട് സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ, അതായത് പുഷ് ചെയ്യുന്ന പമ്പ് ചെയ്യുന്നതിനുള്ള കുഴപ്പമാണ് നമ്മൾ പറയുന്നത്. സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയറിൻ്റെ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇസ്കീമിക് ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ എന്തെങ്കിലും കൊറോണറി ആർട്ടറി ഡിസീസ്. ഇപ്പോൾ ഇസ്കീമിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കാർഡിയാക് മസിൽസിന് നമ്മുടെ ഓക്സിജൻ കിട്ടാതെ നമ്മുടെ കാർഡിയാക് മസിൽ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാത്ത അവസ്ഥ. അപ്പോൾ നമ്മുടെ കാർഡിയാക് മസിൽസ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിന് ചുറ്റിനുള്ള മസിൽസ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല എങ്കിൽ അപ്പോൾ കോൺട്രാക്ഷൻ ചെയ്യുന്നതിൻ്റെ പവർ കുറയും. നമ്മൾ പ്രോപ്പറായിട്ട് ഒരു നല്ല ഹെൽത്തി മസിൽസും ഒരു കുറച്ച് അസുഖമുള്ള മസിൽസും വെച്ച് നോക്കുമ്പോൾ ഹെൽത്തി മസിൽ കോൺട്രാക്ട് ചെയ്യുന്ന അത്രയും ഒരു സ്ട്രോങ് ആയിട്ട് നമുക്ക് നമ്മുടെ ഡിസീസ്ഡ് ആയിട്ടുള്ള മസിൽസ് കോൺട്രാക്ട് ചെയ്യില്ല. അപ്പം നമ്മുടെ ബ്ലഡ് അപ്പം നമ്മൾ പുഷ് ചെയ്യുന്ന നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് പുഷ് ചെയ്യുന്ന ബ്ലഡിൻ്റെ അളവ് കുറയും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്ട്രോക്ക് വോളിയം കുറയും, അങ്ങനെ നമ്മുടെ കാർഡിയാക് ഔട്ട്പുട്ട് കുറയും. അങ്ങനെയാണ്, അതാണ് ഇസ്കീമിക് ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി ഡിസീസ് സംഭവിക്കുന്നത്. പിന്നെ മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ബ്ലോക്കോ എന്തെങ്കിലും കാരണം നമ്മുടെ കാർഡിയാക് മസിൽസിന്
ഡെത്ത് ആവുന്ന ഒരു സിറ്റുവേഷനാണ്. ഇപ്പോൾ നമ്മൾ മയോകാർഡിയൽ ഇൻഫാക്ഷൻ വന്നിട്ട് ഒരു 12 അവേഴ്സൊക്കെ നമ്മൾ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ എവിടെയാണ് ഇൻഫാക്ഷൻ വന്നത് ആ സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂസൊക്കെ ഡെത്ത് ആവും. അപ്പോൾ നമ്മുടെ മസിൽസൊക്കെ ഡെത്ത് ആവും. അങ്ങനെ മസിൽസ് ഡെത്ത് ആകുമ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം ഒരു ആൻറ്റീരിയർ സെപ്റ്റൽ വാൾഡമേ. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ നമുക്ക് ഹാർട്ട് എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് പല ഏരിയാസ് ഉണ്ട്. നമുക്ക് ഇൻഫീരിയർ പോർഷൻ ഉണ്ട്, പോസ്റ്റീരിയർ ഉണ്ട്, ലാറ്ററൽ ഉണ്ട്, ആൻറ്റീരിയർ ഉണ്ട്, സെപ്റ്റൽ ഉണ്ട്. അപ്പോൾ ഒരു MA വന്നിട്ട് ആൻറ്റീരിയർ സെപ്റ്റൽ വാൾ MA ആയിരുന്നു. അപ്പോൾ ആൻറ്റീരിയർ വാളും സെപ്റ്റൽ വാളും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല. അവിടുത്തെ കാർഡിയാക് മസിൽസ് ഡെത്തായി, കാരണം നമ്മൾ ട്രീറ്റ് ചെയ്തില്ല. 12 അവേഴ്സ് കഴിഞ്ഞു. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഈ ആൻറ്റീരിയർ പോർഷനും ഈ സെപ്റ്റൽ പോർഷനും കോൺട്രാക്ട് ആവുന്നില്ല. അപ്പോൾ ഒരു സൈഡ് മാത്രമേ കോൺട്രാക്ട് ആവുന്നുള്ളൂ, മറ്റേ സൈഡ് കോൺട്രാക്ട് ആവുന്നില്ല. അപ്പോൾ ബ്ലഡ് എന്തുമാത്രം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആ ലെഫ്റ്റ് വെൻട്രിക്കിൾ കിടക്കുന്ന ബ്ലഡിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു അളവ് നമ്മുടെ അയോട്ട ത്രൂ നമുക്ക് പോകുന്നില്ല. അങ്ങനെയാണ് നമുക്ക് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്താ സംഭവിക്കുന്നത്. പിന്നെ ഉണ്ട് ഒരു കോസസാണ് ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ ടെൻഷനിൽ സംഭവിക്കുന്നത് പറഞ്ഞാൽ അറിയാലോ, ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് വെസൽസിൻ്റെ പ്രഷർ വളരെ കൂടുതലാണ്. അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിൽ ഈ ബ്ലഡ് നമ്മുടെ ബ്ലഡ് വെസൽസിന് പ്രഷറിനെ ഓവർകം ചെയ്തിട്ട് വേണം അയോട്ട ത്രൂ പുഷ് ചെയ്യാൻ വേണ്ടി. അപ്പം നമുക്ക് സാധാരണ ലെഫ്റ്റ് വെൻട്രിക്കിൾ എങ്ങനെയാണോ ഫങ്ഷൻ ചെയ്യുന്നത് ഒരു വർക്ക് ലോഡ് അതിൻ്റെ 2 ഇരട്ടി വർക്ക് ലോഡ് വേണം, കാരണം ബ്ലഡ് വെസലിലെ പ്രഷർ കൂടുതലാണ്. അപ്പോൾ ഈ പ്രഷറിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ കുറേ നാൾ ഈ ഒരു എക്സ്ട്രാ വർക്ക് ലോഡ് ചെയ്ത് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ വീക്ക് ആവും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നീട് കുറച്ച് ക്രോണിക് ഹൈപ്പർ ടെൻഷൻ, നമ്മൾ കുറേ നാൾ ട്രീറ്റ് ചെയ്യാതിരിക്കുന്ന ഹൈപ്പർ ടെൻഷൻ ആകുമ്പോൾ ഓട്ടോമാറ്റിക് ഗ്രാജുവലി നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ വീക്കായിട്ട് പുഷ് ചെയ്യുന്ന ബ്ലഡിൻ്റെ എമൗണ്ട് കുറയും. അതായത് സ്ട്രോക്ക് വോളിയം കുറഞ്ഞ് കാർഡിയാക് ഔട്ട്പുട്ട് കുറയും. പിന്നെ ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ ഹാർട്ട് എൻലാർജ് ആയി. നമ്മുടെ ഹാർട്ട് ലെഫ്റ്റ് വെൻട്രിക്കിൾ എൻലാർജ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ വോൾസ് ഒക്കെ നമ്മുടെ തിന്നാവും, മസിൽസ് ഒക്കെ തിന്നായി പോകും. അപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് ഇലാസ്റ്റിക് ബാൻഡേജ് എടുക്കാം. നമ്മൾ ഇലാസ്റ്റിക് ബാൻഡേജ് കുറേ നാൾ വലിച്ച് ഒത്തിരി ഒരു നീളമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വലിച്ചു വിട്ട് കഴിഞ്ഞാൽ അത്രയും തിരിച്ചു വരില്ല. അതുപോലൊക്കെ തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ വാളൊക്കെ ഒത്തിരി ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ട് കുറച്ച് എൻലാർജ് ആയി. അപ്പോഴും അതിൻ്റെ കോൺട്രാക്ഷൻ്റെ പവർ കുറയും. അപ്പോഴും നമുക്ക് നമ്മുടെ പുഷ് ചെയ്യുന്ന ബ്ലഡിൻ്റെ അളവ് കുറയും. അങ്ങനെ നമുക്ക് വരാൻ പറ്റും. പിന്നെ എക്സസീവ് സോൾട്ട് ഇൻടേക്ക്, ഹാർട്ടല്ല, എക്സസീവ് സോൾട്ട് ഇൻടേക്ക് എന്നാണ്. അപ്പോൾ എക്സസീവ് സോൾട്ട് ഇൻടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, എക്സസീവ് സോൾട്ട് ഇൻടേക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ, അതിൻ്റെ ഒരു സോൾട്ട് കൂടുതൽ കഴിച്ചാൽ ഹൈപ്പർ ടെൻഷൻ വരും. ഹൈപ്പർ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ബ്ലഡ് വെസൽസിലെ പ്രഷർ കൂടും. ആ ബ്ലഡ് വെസൽസിലെ പ്രഷർ ഓവർകം ചെയ്യാൻ വേണ്ടി ഹാർട്ട് എക്സ്ട്രാ വർക്ക് ചെയ്യണം. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഗ്രാജുവലി നമ്മുടെ ഹാർട്ട് വീക്ക് ആവും. അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ. വീണ്ടും കോസസ് ഉണ്ട്, ആൽക്കഹോളിസം ഉണ്ട് കോസസ്, പിന്നെ കുറേ കോസസ് ഉണ്ട്. നമുക്ക് എല്ലാ കോസസും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കോസസ് എടുത്തു, അതിൻ്റെ മെക്കാനിസം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അടുത്തതായിട്ട് ഡയസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ. ഡയസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയറിന് ഒരു കോസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി. ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിന് ചുറ്റുമുള്ള മസിൽസ് എൻലാർജ് ആയിട്ട് ഇത് സ്റ്റിഫ് ആൻഡ് റിജിഡ് ആവും. എന്നിട്ട് നമ്മുടെ എന്തെടുക്കും, അതിനെ ലെഫ്റ്റ് വെൻട്രിക്കിളിനെ കംപ്രസ് ചെയ്യും. ലെഫ്റ്റ് വെൻട്രിക്കിൾ ഇരിക്കുന്ന കുറച്ച് സ്പേസ് കൂടി മസിൽസ് ഇങ്ങേറ്റെടുക്കും. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ സൈസ് കുറയും. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ സൈസ് കുറയുമ്പോൾ നമ്മുടെ അതിൻ്റെ അകത്തിലോട്ട് ഫില്ല് ചെയ്യുന്ന ബ്ലഡിൻ്റെ എമൗണ്ടും കുറയുമല്ലോ. അപ്പം നമ്മുടെ ഫില്ല് ചെയ്യുന്ന എമൗണ്ടിൻ്റെ ബ്ലഡ് കുറയുമ്പോൾ നമ്മൾ പുഷ് ചെയ്യുന്ന ബ്ലഡും കുറയും. ഒരു ഡയസ്റ്റോളിക് ഫേസ് ആണ്. ഇവിടെ നമുക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡയസ്റ്റോളിക് ഫേസിൽ കോൺട്രാക്ഷൻ കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമ്മുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫില്ലിംഗ് ആണ്. അപ്പോൾ ഇവിടെ ഫില്ലിങ്ങിൻ്റെ അളവ് കുറയും, കാരണം നമ്മുടെ മസിൽസിൽ ഹൈപ്പർട്രോഫി ആയിട്ട് നമ്മുടെ വെൻട്രിക്കിളിനെ പുഷ് ചെയ്തിട്ട് വെൻട്രിക്കിളിൻ്റെ കുറച്ച് സ്പേസ് കൂടി മസിൽസ് ഏറ്റെടുക്കും. അതുകൂടാതെ മസിൽസ് ഭയങ്കര റിജിഡ് ആവും. പിന്നെ നമുക്ക് ഈ ഡയസ്റ്റോളിക് ഫേസ് നമ്മൾ പറഞ്ഞു, നമ്മൾ ഓൾറെഡി ഹാർട്ട് എക്സ്പാൻഡ് ആവണം മാക്സിമം ഫില്ല് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ റിജിഡ് ആയിട്ടുള്ള മസിൽസ് നമ്മുടെ വെൻട്രിക്കിളിനെ പ്രോപ്പറായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ നമ്മുടെ എമൗണ്ട് ഓഫ് ബ്ലഡ് ഫില്ല് ചെയ്യുന്നത് കുറയും. കുറയുമ്പോൾ നമ്മുടെ കാർഡിയാക് ഔട്ട്പുട്ടും കുറയും. പിന്നെ കൺസ്ട്രക്റ്റീവ് പെരികാർഡൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹാർട്ടിൻ്റെ 2 ഔട്ടർ ലെയറാണ് പെരികാർഡിയം. ഈ പെരികാർഡിയത്തിന് 2 ലെയറുണ്ട്, പരേറ്റൽ ലെയറും വിസറൽ ലെയറും. അപ്പോൾ ഈ രണ്ടിൻ്റെയും വരുന്ന ഇൻഫെക്ഷനാണ് നമ്മൾ പെരികാർഡൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെരികാർഡൈറ്റിസ് മൾട്ടിപ്പിൾ ടൈംസ് വരുന്ന പേഷ്യൻ്റ്, ഇപ്പോൾ നമുക്ക് ചില പേഷ്യൻസ് ഉണ്ട് ഫ്രീക്വൻ്റ് ആയിട്ട് റീസൺസ് നമുക്ക് അറിയാൻ പറ്റത്തില്ല, മൾട്ടിപ്പിൾ ടൈംസ് ആയിട്ട് എവറി 6 months അല്ലെങ്കിൽ എവറി 1 year ഈ പേഷ്യൻറ്റിന് പെരികാർഡൈറ്റിസ് വരും. ഇങ്ങനെ മൾട്ടിപ്പിളായിട്ട് പെരികാർഡൈറ്റിസ് വരുന്ന പേഷ്യൻറ്റിൻ്റെ പെരികാർഡിയം ഇതുപോലൊക്കെ സ്റ്റിഫ് ആൻഡ് റിജിഡ് ആവും. നമ്മളിപ്പം ഹൈപ്പർട്രോഫി പറഞ്ഞ പോലൊക്കെ സ്റ്റിഫ് ആൻഡ് റിജിഡ് ആയി കഴിഞ്ഞാൽ കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ഹാർട്ടിനെ പ്രോപ്പറായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ അത് സമ്മതിക്കില്ല. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് പ്രഷർ കുറയും, ഓട്ടോമാറ്റിക്കലി നമ്മുടെ കാർഡിയാക് ഔട്ട്പുട്ടും കുറയും. ഫില്ലിംഗ് പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫില്ല് ചെയ്യുന്ന ബ്ലഡിൻ്റെ എമൗണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുഷ് ചെയ്യുന്ന ബ്ലഡിൻ്റെ എമൗണ്ടും കുറവായി.
പിന്നെ അയോട്ടി സ്റ്റെനോസിസ്. അയോട്ടി സ്റ്റെനോസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അയോട്ടയിൽ ഉണ്ടാകുന്ന അയോട്ട വാൽവ് ചെറുതായിരിക്കും. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ബ്ലഡ് പുഷ് ചെയ്യാൻ പറ്റുന്നില്ല. അത് മറ്റൊരു റീസണാണ്. പിന്നെ കാർഡിയാക് ടംബോനൈഡ്. കാർഡിയാക് ടംബോനൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെരികാർഡിറ്റിസ് പറഞ്ഞത് തന്നെ 2 ലെയർ ഉണ്ട്. ഔട്ടർ ലെയറും ഇന്നർ ലെയറും, അതായത് വിസറൽ ലെയറും പരേറ്റൽ ലെയറും. ഇതിൻ്റെ ഉള്ളിലുണ്ട്, ഇതിന് നോർമലി കുറച്ച് ഫ്ലൂയിഡ് ഉണ്ട്. ഈ ഫ്ലൂയിഡ് നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യും, ഒരു കുഷൻ എഫക്റ്റ് കൊടുക്കും. പക്ഷേ ഫ്ലൂയിഡിൻ്റെ ലെവൽ കൂടിയിട്ട് പെട്ടെന്ന് അബ്രപ്റ്റ്ലി ആയിട്ട് നമ്മുടെ ഈ 2 ലെയറിൻ്റെയും ഇടയ്ക്കുള്ള ഫ്ലൂയിഡിൻ്റെ ലെവൽ കൂടിയിട്ട് നമ്മുടെ ഹാർട്ടിനെ കംപ്രസ് ചെയ്യും. കംപ്രസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, ഡയസ്റ്റോളിക് ഫേസിൽ ഈ ഹാർട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഹാർട്ടിനെ ഇവിടുന്ന് എക്സ്ട്രാ പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വെളിയിൽ നിന്ന്. കാരണം ഫ്ലൂയിഡായിട്ട് ഫില്ല് ചെയ്യിക്കുകയാണ്. നമ്മുടെ പെരികാർഡിയം ഫുള്ള് ഫ്ലൂയിഡാണ്. ഈ ഫ്ലൂയിഡ് നമ്മുടെ ഹാർട്ടിനെ പുഷ് ചെയ്യുകയാണ്. അപ്പം തിരിച്ചൊരു എക്സ്പാൻഷൻ ഫേസ് നടക്കുന്നില്ല അവിടെ. അപ്പോഴും നമ്മുടെ ഫില്ലിംഗ് പ്രഷർ അല്ലെങ്കിൽ ഫില്ലിംഗ് നമ്മുടെ എത്രമാത്രം എമൗണ്ട് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിലൂടെ വരുന്നു എന്നുള്ളതിൽ നല്ല കുറവ് സംഭവിക്കുന്നു. അപ്പം നമ്മുടെ ടോട്ടൽ കാർഡിയക് ഔട്ട്പുട്ടും കുറയുന്നു. പിന്നെ അമ്യൂഡേസ് എന്ന് പറയുമ്പോൾ അതൊരു പ്രോട്ടീനാണ്. അത് നമ്മുടെ കാർഡിയക് വാളിലേക്ക് നമുക്കിത് വന്ന് പറ്റിയിരിക്കും. വീണ്ടും നമുക്ക് ഇത് നമ്മുടെ എക്സ്പാൻഷൻ നടക്കത്തില്ല. അങ്ങനെ നമ്മുടെ ഫില്ല് കുറയും. ഇത് കൂടാതെ തന്നെ നമുക്ക് പറയാം മയോകാർഡിയൽ ഇൻഫാക്ഷനും ഇസ്കെമിക് ഹാർട്ട് ഡിസീസും ഇതൊക്കെ ഇതിൻ്റെ കോസസ് ആണ്. പക്ഷെ നമുക്ക് എല്ലാ കോസസും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഒരു മെക്കാനിസം, എന്തുകൊണ്ടാണ് സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ വരുന്നത്, എന്തുകൊണ്ടാണ് ഡയസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ വരുന്നത് എന്നാണ് ജസ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ടൈപ്സ് നമ്മൾ നോർമലി നമ്മുടെ മെയിൻലി ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നതാണ് ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ, റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ, പിന്നെ ബൈവെൻട്രിക്കുലർ ഹാർട്ട് ഫെയിലിയർ. അപ്പം ഇത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയറും നമ്മൾ ഓൾറെഡി കുറച്ച് മുമ്പ് പഠിച്ചതാണ് നമ്മൾ സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയറും ഡയസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയറും. ഈ പമ്പിങ് പുഷ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ് സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ. ഈ സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയറിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന 2 കണ്ടീഷനാണ് ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയറും റൈറ്റ് സൈഡിലേക്ക് ഹാർട്ട് ഫെയിലിയറും. രണ്ടിലും നമുക്ക് പുഷിങ്ങിലാണ് നമുക്ക് പ്രശ്നം വരുന്നത്, ബ്ലഡ് പുഷ് ചെയ്തതിന്. അപ്പം എന്താണ് ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ? ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് വെൻട്രിക്കിൾ പ്രോപ്പറായിട്ട് പമ്പ് ചെയ്യുന്നില്ല. അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിൾ പ്രോപ്പറായിട്ട് പമ്പ് ചെയ്യുന്നില്ലെങ്കിൽ എന്താ പറ്റുന്നത്? കാരണം നമുക്കറിയാം നമ്മുടെ ബ്ലഡ് എങ്ങനെയാണ് വരുന്നത്. നമ്മുടെ ബ്ലഡ് വരുന്നത് റൈറ്റ് ആർട്ടറിയിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിൾ വരുന്നു, അവിടുന്ന് ബ്ലഡ് ലങ്സിൽ പോയിട്ട് ലെഫ്റ്റ് ആർട്ടറിയിൽ വരുന്നു, അവിടുന്ന് ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ വരുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ് നമ്മൾ ബ്ലഡ് പുഷ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ ബ്ലഡ് ഒന്ന് കിടക്കുകയാണ്. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് പുഷ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ പല റീസൺസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഏതെങ്കിലും ഒരു റീസൺ ആയിരിക്കും. ചിലപ്പോൾ ഹൈപ്പർ ടെൻഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഫ്ലോപ്പി മസിൽസ് ആയിരിക്കാം, ചിലപ്പം മസിൽസ് അത്ര സ്ട്രോങ് ആയിരിക്കത്തില്ല. ഏതെങ്കിലും ഒരു റീസൺ കാരണം ഈ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിന് പ്രോപ്പറായിട്ട് പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല. പമ്പ് ചെയ്യാൻ പറ്റാത്തപ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഈ വരുന്ന ബ്ലഡ് എല്ലാം തിരിച്ചു പോകും. തിരിച്ചു പോയിട്ട് നമ്മുടെ ലെഫ്റ്റ് ഏട്രിയം വഴി ഇത് പോയിട്ട് ലങ്സിൽ ചെല്ലും. ലങ്സിൽ ചെന്നിട്ട് പൾമിനറി കഞ്ചഷൻ വരും. അപ്പോൾ അതാണ് ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ. ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയറിന് മെയിനായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് പറഞ്ഞാൽ പൾമിനറി കഞ്ചഷൻ. നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് തിരിച്ച് ലങ്സിൽ പോയിട്ട് നമുക്ക് ലങ്സ് റിലേറ്റഡ് കണ്ടീഷൻസ് ആണ് നമുക്ക് ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ കാണുന്നത്. സൈൻസ് ആൻഡ് സിംറ്റംസ് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. അടുത്തതായിട്ട് റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ. ഇവിടെ എന്താ പറ്റുന്നത് വെച്ചാൽ റൈറ്റ് വെൻട്രിക്കിളാണ് പമ്പ് ചെയ്യാത്തത്. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ലെഫ്റ്റ് വെൻട്രിക്കിളായിരുന്നു പമ്പ് ചെയ്യാത്തത്. ഇവിടെ നമുക്ക് റൈറ്റ് വെൻട്രിക്കിളാണ് പമ്പ് ചെയ്യാത്തത്. അപ്പോൾ സെയിം മെക്കാനിസം തന്നെ റൈറ്റ് വെൻട്രിക്കിൾ ബ്ലഡ് പമ്പ് ചെയ്യാത്തപ്പം ഇത് ലങ്സിലോട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് പറ്റും? നമുക്ക് റൈറ്റ് ഏട്രിയം വഴി എവിടെ നിന്നാണ് ബ്ലഡ് വന്നത് അങ്ങോട്ടല്ല ബ്ലഡ് തിരിച്ചു പോകും. ഇപ്പം ബ്ലഡ് വരുന്നുണ്ട്, അബ്ഡമിനിൽ നിന്ന് വരുന്നുണ്ട്, നമ്മുടെ ലോവർ എക്സ്ട്രിമിറ്റീസിൽ നിന്ന് വരുന്നുണ്ട്, നമ്മുടെ ഹെഡിൽ നിന്ന് വരുന്നുണ്ട്, ഇൻറ്റെസ്റ്റിനിൽ നിന്ന് വരുന്നുണ്ട്, ലിവറിൽ നിന്ന് വരുന്നുണ്ട്. ഈ ബ്ലഡ് എല്ലാം എവിടെ നിന്നാണോ വരുന്നത് അങ്ങോട്ട് അവിടെ പോയിട്ട് തിരിച്ചു കിടന്ന് അവിടെ പൂളായിട്ട് കിടക്കും. അതിനെയാണ് നമ്മൾ റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. ബൈ വെൻട്രിക്കുലർ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ബോത്ത് വെൻട്രിക്കിളിനെ എഫക്ട് ചെയ്യുന്നു. റൈറ്റ് വെൻട്രിക്കിളിനെ എഫക്ട് ചെയ്യുന്നു, ലെഫ്റ്റ് വെൻട്രിക്കിളിനെ എഫക്ട് ചെയ്യുന്നു. അപ്പം നമുക്ക് 2 സിംറ്റംസും കാണാൻ പറ്റും. റൈറ്റ് വെൻട്രിക്കിൾ കാണിക്കുന്ന സൈൻസ് ആൻഡ് സിംറ്റംസും കാണും. ലെഫ്റ്റ് വെൻട്രിക്കിൾ നമുക്ക് എന്തൊക്കെ സിംറ്റംസ് ആണ് കാണിക്കുന്നത്, രണ്ടും നമുക്ക് ബൈ വെൻട്രിക്കുലർ ഫെയിലിയറിൽ കാണാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന സയൻസ് ആൻഡ് സിംറ്റംസ്. കുറേ സയൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ട്, നമുക്ക് എല്ലാം കൂടെ ഒന്നും പഠിച്ചു വെക്കാൻ പറ്റില്ല. നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന സയൻസ് ആൻഡ് സിംറ്റംസ് ആണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ ഫസ്റ്റ് നോക്കാം. നമ്മൾ ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് തിരിച്ച് ലെഫ്റ്റ് ഏട്രിയം വഴി പൾമിനറി കഞ്ചഷൻ, അവിടെ പോയി ലങ്സിൽ പോയി കിടക്കുന്ന ഒരു സിറ്റുവേഷനാണ് പൾമിനറി കഞ്ചഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ സിംറ്റംസ്, നമുക്ക് ഫോർ എക്സാമ്പിൾ ഏതൊക്കെ സിംറ്റംസ് നമുക്ക് ലങ്സ് റിലേറ്റഡ് ചോദിക്കുന്നുണ്ടോ അതെല്ലാം നമുക്ക് ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയറിൻ്റെ സിംറ്റംസ് ആയിരിക്കും. അത് ഡിസ്നിയ, പിന്നെ പരോക്സിമൽ നൊക്ടൂർണൽ ഡിസ്നിയ വരാറുണ്ട്. പൾമിനറി ക്രാക്കിൾസ്, നമുക്ക് ഫ്ലൂയിഡ് നമ്മുടെ ലങ്സിൽ കെട്ടിക്കിടക്കുമ്പോൾ നമ്മൾ ഓസ്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്രാക്കിൾസ് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ വീസിങ് നമുക്ക് കേൾക്കാൻ പറ്റും. പിന്നെ പേഷ്യൻറ്റ് ഫറ്റീഗ് ആൻഡ് വീക്ക് ആയിരിക്കും. പിന്നെ മിക്ക പേഷ്യൻ്റ് സമയത്ത് നമുക്കറിയാൻ പറ്റും
പേഷ്യൻ്റ് കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നത് നൈറ്റിൽ കിടക്കുമ്പോൾ നേരെ കിടന്നുറങ്ങുമ്പോൾ സപ്പയും പൊസിഷനിൽ കിടന്നുറങ്ങുമ്പോൾ പേഷ്യൻറ്റിന് ബ്രീത്തിങ് ഡിസ്കംഫോർട്ടാണ്. എണീറ്റിരിക്കുമ്പം കുറച്ച് ഇത് കിട്ടും, റിലീഫ് കിട്ടും. അതല്ലെങ്കിൽ കുറച്ച് എണീറ്റ് നടക്കുമ്പോൾ റിലീഫ് കിട്ടും. കാരണം നമ്മൾ പൾമണറി കഞ്ചക്ഷനാണ്. നമ്മൾ നേരെ കിടക്കുമ്പോൾ ആ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് റിലീഫ് കിട്ടുന്നതാണ്. അപ്പോൾ അത് അങ്ങനെയുള്ളതാണ് മെയിനായിട്ട് ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയറിൻ്റെ അകത്ത് വരുന്നത്. ഇപ്പോൾ എന്തൊക്കെ സിംറ്റംസ് നമുക്ക് ലങ്സിനെ റിലേറ്റ് ചെയ്ത് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് കാണിക്കുന്നു, അതെല്ലാം നമുക്ക് ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയറിൻ്റെയാണ്. പിന്നെ ഈ ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ കുറച്ചുകൂടി സിവിയർ ആയി കഴിഞ്ഞാൽ നമ്മുടെ ലങ്സിൽ കുറേ നാൾ ഈ ഫ്ലൂയിഡ് കെട്ടിക്കിടന്ന് നമുക്ക് പൾമിനറി എഡീമയിലോട്ടുള്ള ചാൻസ് ഉണ്ട്. പൾമിനറി എഡീമ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ പേഷ്യൻ്റ് പെട്ടെന്ന് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് കംപ്ലയിൻറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഡിസ്നെ കംപ്ലയിൻറ്റ് ചെയ്യും, കഫ് കംപ്ലയിൻറ്റ് ചെയ്യും, ഹീമോട്ടൈസിസ്, നമ്മൾ ബ്ലസ്റ്റിംഗ് സ്പ്യൂട്ടം വരും, അതുപോലെ ഫ്രോത്തി സെക്രീഷൻസ്. ഇങ്ങനെയുള്ള പൾമിനറി എഡീമയുടെ സിംറ്റംസ് അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ഡിസ്നിയ, ഹീമോട്ടൈസിസ്, കഫ്, പിന്നെ ചില സമയത്ത് ചെസ്റ്റ് പെയിൻ വരാറുണ്ട് പേഷ്യൻറ്റിന്, പിന്നെ ഫ്രോത്തി സെക്രീഷൻസ്. അപ്പം ഇതൊക്കെ ഈ സിംറ്റംസ് ഒക്കെ നമുക്ക് കാണിക്കാൻ പറ്റും കുറേ നാൾ നമ്മൾ ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയറിൽ. അടുത്തതായിട്ട് റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ. ഈ റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ നമ്മൾ പറഞ്ഞു, നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് റൈറ്റ് ഏട്രിയം വഴി എവിടെ നിന്നാണ് ബ്ലഡ് തിരിച്ചു വന്നത് നമ്മൾ അങ്ങോട്ട് തിരിച്ചു പോകും. അപ്പോൾ പെരിഫറൽ എഡീമ. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് ഇൻഫീരിയർ വെയിൻ കേവയും സുപ്പീരിയർ വെയിൻ കേവയും വഴിയാണ് നമുക്ക് ബ്ലഡ് നമ്മുടെ റൈറ്റ് ഏട്രിയത്തിൽ വരുന്നത്. അപ്പം ഈ ബ്ലഡ് നമുക്ക് തിരിച്ചു പോകും. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ബ്ലഡ് തിരിച്ചു പോകുന്നത് നമ്മുടെ ലോവർ എക്സ്ട്രീമിറ്റീസിലോട്ടാണ്. കാരണം ഇൻഫീരിയർ വെയിൻ കേവ വഴി നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം നമ്മുടെ ബ്ലഡ് കൂടുതൽ നമ്മുടെ ലോവർ എക്സ്ട്രീമിറ്റീസിലോട്ട് പോകും. അങ്ങനെ ആ ബ്ലഡ് അവിടെ ചെന്ന് പൂളായി കിടന്നിട്ടാണ് നമുക്ക് പെരിഫറൽ എഡീമ വരുന്നത്. നമുക്ക് പിറ്റിംഗ് എഡീമ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ ഉള്ള പേഷ്യൻറ്റിൻ്റെ എക്സ്ട്രീമിറ്റീസ് നോക്കി കഴിഞ്ഞാൽ പിറ്റിംഗ് എഡീമയാണ് നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഓൾമോസ്റ്റ് എല്ലാ പേഷ്യൻറ്റിനും കാണാൻ പറ്റും. അതിൻ്റെ സിവിയറിറ്റി അനുസരിച്ച് നമുക്ക് എഡീമയുടെ സിവിയറിറ്റിയും കൂടും. മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, 1+, 2+, 3+, അങ്ങനെ നമുക്ക് നമ്മുടെ സിവിയറിറ്റി അനുസരിച്ച് നമ്മൾ എഡീമയെ ക്ലാസിഫൈ ചെയ്യും. പിന്നെ ജുഗുലാർ വെനസ് ഡിസ്റ്റൻഷൻ. കാരണം നമ്മുടെ ഹെഡിൽ നിന്ന് വരുന്ന ബ്ലഡൊക്കെ നമ്മുടെ എവിടെയാണ് നമ്മുടെ റൈറ്റ് ഏട്രി വരുന്നത് ജുഗുലാർ വെയിൻ വഴിയാണ്. അപ്പോൾ നമ്മുടെ സെയിം മെക്കാനിസം തന്നെ ബ്ലഡ് തിരിച്ച് റിട്ടേൺ പോകുമ്പോൾ നമ്മുടെ ജുഗുലാർ വെയിൻ വഴിയാണ് പോകുന്നത്. അപ്പം അത് ഡിസ്റ്റൻ്റ് ആവും, അവിടെ കെട്ടിക്കിടന്നിട്ട് അത് പ്രൊട്രൂഡ് ആവും അല്ലെങ്കിൽ ഡിസ്റ്റൻഡ് ആവും. അതിനെയാണ് ജുഗുലാർ വെനസ് ഡിസ്റ്റൻഷൻ എന്ന് പറയുന്നത്. പിന്നെ ഹെപ്പാറ്റോമെഗാലി അസൈറ്റസ്. ഹെപ്പാറ്റോമെഗാലി നമുക്കറിയാം നമ്മുടെ ലിവറിൽ നിന്ന് വരുന്നുണ്ട്, നമ്മുടെ സ്പ്ലീനിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്, ഇൻറ്റെസ്റ്റിനിൽ നിന്ന് ബ്ലഡ്, ഇതെല്ലാം ബ്ലഡ് നമ്മുടെ റൈറ്റ് ഏട്രിയത്തിൽ വരുന്നുണ്ട്. ഈ ബ്ലഡ് എല്ലാം തിരിച്ച് ആ ഓർഗനിൽ പോയിട്ട് അവിടെ എല്ലാം കെട്ടിക്കിടക്കും. അതിനെയാണ് നമ്മൾ ഹെപ്പാറ്റോമെഗാലി പറയും, സ്പ്ലീനോമെഗാലി പറയും. അതുപോലെ തന്നെ ഇൻറ്റെസ്റ്റൈനൽ കഞ്ചഷൻ വരും. ഈ ഇൻറ്റെസ്റ്റൈനൽ കഞ്ചഷൻ വരുമ്പോഴാണ് നമുക്ക് നോസിയ, വോമിറ്റിംഗ്, ഇൻഡൈജഷൻസ് ഒക്കെ ഒരു കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ആയിട്ട് കാണിക്കുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് ഈ നമ്മുടെ ശരീരത്തിൽ ഫ്ലൂയിഡ് ചെന്നിട്ട് ബ്ലഡും ഫ്ലൂയിഡും എല്ലാം കിടന്ന് കെട്ടിക്കിടക്കുമല്ലോ, അന്നേരം നമുക്ക് വെയിറ്റ് ഗെയിൻ വരും. അപ്പോൾ വെയിറ്റ് ഗെയിൻ ഡ്യൂ ടു ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ, ഫ്ലൂയിഡ് റിട്ടൻഷൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയറിൻ്റെ മെയിൻ സിംറ്റംസ്. ഇത് കൂടാതെ തന്നെ കുറേ ചെറിയ സിംറ്റംസ് ഉണ്ട്. അതൊന്നും നമ്മൾ എല്ലാ സിംറ്റംസും പറയുന്നില്ല, നമുക്ക് എല്ലാ സിംറ്റംസും ഓർത്തിരിക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കി പറയുവാണെങ്കിൽ ഏതൊക്കെ സിംറ്റംസ് ആണോ ലങ്സിനെ റിലേറ്റ് ചെയ്ത് ചോദിക്കുന്നത് അതെല്ലാം ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ ആണ്. അത് കൂടാതെ തന്നെ പൾമിനറി എഡീമയുടെ സിംറ്റംസും നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയറിനകത്ത് വരും. റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ എന്ന് മെയിനായിട്ട് പറയുന്നത് നമ്മുടെ വെയിറ്റ് ഗെയിൻ, നമ്മുടെ ഫ്ലൂയിഡ് തിരിച്ചു പോയി നമ്മൾ ഓർഗൻസ് പോയി കിടക്കുന്ന സിറ്റുവേഷനാണ് റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ. ഹെപ്പാറ്റോമെഗാലി, സ്പ്ലീനോമെഗാലി, ഗ്യാസ്ട്രിക് കഞ്ചഷൻ, നോസിയ, വോമിറ്റിംഗ്, അതുപോലെ തന്നെ പെരിഫറൽ എഡീമ, ജുഗുലാർ വെനസ് ഡിസ്റ്റൻഷൻ, ഇതെല്ലാം നമ്മുടെ ബ്ലഡ് തിരിച്ചു പോയിട്ട് കിടക്കുന്ന കാരണം ഉണ്ടാകുന്ന സിംറ്റംസ് ആണ്. അങ്ങനെയാണ് നമുക്ക് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് ഏറ്റവും ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന് ഹാർട്ട് ഫെയിലിയർ നമ്മൾ പറയുന്നത് എക്കോ കാർഡിയോഗ്രാമാണ്. എക്കോ കാർഡിയോഗ്രാമിൽ നമുക്ക് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഇജക്ഷൻ ഫ്രാക്ഷൻസ് നമുക്ക് അറിയാൻ പറ്റും, LVF. അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഇജക്ഷൻ ഫ്രാക്ഷൻ അനുസരിച്ച് നമുക്കത് പറയാൻ പറ്റും അത് സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ ആണോ ഡയസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ ആണോ. അത് കൂടാതെ തന്നെ നമുക്കൊരു പ്രോപ്പറായിട്ടൊരു നല്ലൊരു എക്കോ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പ്രോപ്പർ ഐഡിയ കിട്ടും നമ്മുടെ ഹാർട്ടിൻ്റെ എവിടെയെങ്കിലും വോൾസ് ഒക്കെ ഹൈപ്പോകൈനറ്റിക് ആണോ, അല്ലെങ്കിൽ നമ്മുടെ എന്തുമാത്രം ബ്ലഡ് നമുക്ക് ഫില്ലിംഗ് കപ്പാസിറ്റി ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും വാൽവിന് പ്രശ്നമുണ്ടോ, ഇതെല്ലാം നമുക്ക് എക്കോയിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് ഹാർട്ട് ഫെയിലിയറിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഓഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് എക്കോ കാർഡിയോഗ്രാമാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു നമ്മൾ സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ ഉണ്ട്, ഡയസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ ഉണ്ട്. സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ നമ്മൾ ഓൾറെഡി പറഞ്ഞ എന്താണ്, നമുക്ക് പമ്പിങ്ങിനുള്ള പ്രശ്നമാണ്. അപ്പം സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയറിൽ എപ്പോഴും EF കുറവായിരിക്കും. നോർമൽ EF എന്ന് പറഞ്ഞാൽ ഒരു എബോവ് 55% ഒക്കെ നോർമൽ EF ആയിരിക്കും. എബോവ് 60 ബട്ട് 55 വരെയൊക്കെ ഓക്കെ ആയിരിക്കും. നമ്മൾ പറയുന്നത് എബോവ് 60% ആണ്. പക്ഷെ നമുക്ക് സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയറിന് നമുക്ക് EF കുറയും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ
ലെഫ്റ്റ് വെൻട്രിക്കിൽ ഒരു 100 ml ബ്ലഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 40 ml ബ്ലഡ് മാത്രമേ പുഷ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ടോട്ടലായിട്ട് ഒരു റഫ് കാൽക്കുലേഷൻ വരുന്നുണ്ട്. നമ്മൾ എന്തുമാത്രം ബ്ലഡാണ് പെർ മിനിറ്റ് പുഷ് ചെയ്യുന്നത് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു മിനിറ്റ് ഒരു അറ്റ് എ ബീറ്റ് നമ്മൾ പുഷ് ചെയ്യുന്നത് ടോട്ടൽ 100 ml നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിലുണ്ട്. ഒരു 40 ml ആണ് മാത്രം നമ്മൾ പുഷ് ചെയ്യുന്നുള്ളൂ. 40/100 ഈസ് ഈക്വൽ ടു 40%. അപ്പോൾ നമ്മുടെ EF 40%. അങ്ങനെ വരുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫില്ലിങ്ങിനല്ല, നമ്മുടെ പുഷിങ്ങിലാണ്, ബ്ലഡ് പമ്പ് ചെയ്യുന്നതിലാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് പമ്പ് ചെയ്യുന്നതിൻ്റെ അളവ് കുറയും, പക്ഷെ നമുക്ക് ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിൽ അത്യാവശ്യത്തിലുണ്ട്. അവിടെ നമുക്ക് EFഉം കുറവായിരിക്കും. സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയറിൽ EF കുറവായിരിക്കും. എന്നാൽ ഡയസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ഫില്ലിങ് നടക്കുന്നുണ്ട്. പമ്പ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഫില്ലിങ് നടക്കുന്നില്ല, പ്രോപ്പറായിട്ട് ഫില്ലിങ് നടക്കുന്നില്ല. ഇവിടെ നിന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ നേരത്തെ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു, വെറുതെ ഒരു നമ്പർ പറഞ്ഞാൽ 100 എന്ന് പറഞ്ഞത്, ഇവിടെ ലാസ്റ്റ് ടൈം നമ്മൾ പറഞ്ഞു സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയറിൽ ഒരു 100 ml കിട്ടിയതിൽ 40 ml പുഷ് ചെയ്തുള്ളത്. ഡയസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ നമ്മൾ പറഞ്ഞു ഇവിടെ ഫില്ലിങ് കുറവാണ്. അപ്പം ഈ 100 ml പകരം ഇവിടെ കിട്ടും ചിലപ്പോൾ 60 ml ആയിരിക്കും. 60 ml ഇവിടെ നമുക്ക് ഫില്ല് ആവുന്നുള്ളൂ. പക്ഷേ ഈ 60 ml ഒരു 40 ml പമ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ EF എന്തുമാത്രം ബ്ലഡാണ് നമ്മൾ പമ്പ് ചെയ്യുന്നത് അതനുസരിച്ചാണ് നമുക്ക് EF കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം 40/60 വരും, മനസ്സിലായോ? മറ്റേത് പറഞ്ഞാൽ 40/100 ആണ്. അപ്പോൾ നമുക്ക് ഓൺലി 40% കിട്ടുള്ളൂ. അപ്പം പക്ഷേ 40/60 എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 70-80% നമുക്ക് EF വരുന്നുണ്ട്. കാരണം നമുക്കിവിടെ ഫില്ലിംഗ് ആണ് കുറവ്. ഫില്ല് ചെയ്യുന്ന ബ്ലഡിൻ്റെ നല്ലൊരു എമൗണ്ടും നമ്മൾ പമ്പ് ചെയ്ത് അയോട്ട ത്രൂ പമ്പ് ചെയ്ത് നമ്മുടെ ബോഡിയിലേക്ക് കൊടുക്കുന്നുണ്ട്, പക്ഷേ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ നമുക്കിത് സിസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ ആണോ ഡയസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ ആണോ എന്ന് നമുക്ക് EF വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അതുകൂടാതെ ഞാൻ പറഞ്ഞു കോസസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എക്കോ ചെയ്യുന്നത് വഴി. രണ്ടാമത് നമുക്ക് ചെസ്റ്റ് എക്സ്റേ ചെയ്യും. ചെസ്റ്റ് എക്സ്റേ വഴി നമുക്ക് പേഷ്യൻ്റ് കാർഡിയോമെഗാലി ഉണ്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും പൾമിനറി കഞ്ചഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെസ്റ്റ് എക്സ്റേ വഴി അറിയാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് ഹാർട്ട് ഫെയിലിയറിന് BNB ടെസ്റ്റ്. BNB ടെസ്റ്റ് നോർമൽ ബിലോ 100 ആയിരിക്കും. ഇപ്പോൾ അതിൻ്റെ ലെവൽ എബോവ് 100 ഇൻഡിക്കേറ്റർ ചെയ്യുന്ന ഹാർട്ട് ഫെയിലിയർ ആയിരിക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ന്യൂ ജനറേഷൻ ക്വസ്റ്റ്യനത്തൊക്കെ നമുക്ക് ചിലപ്പോൾ എവിടെയെങ്കിലും സൈഡിലേക്ക് BNB നമ്മളൊരു ക്ലിനിക്കലി നമ്മൾ പറയുമ്പോൾ എബോവ് 300 പക്ഷെ നമ്മൾ തിയറട്ടിക്കലി പറയുമ്പോൾ എബോവ് 100 ആണ്. അപ്പം ഒരു 200 അല്ലെങ്കിൽ 150 BNB പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ വരണം ഇത് ഹാർട്ട് ഫെയിലിയർ ആണെന്നുള്ളത്. പിന്നെ ഇലക്ട്രോകാർഡിയോഗ്രാം, കാരണം നമുക്ക് ഹാർട്ടുമായിട്ടുള്ള എന്തൊരു പ്രോബ്ലം ആയിട്ടൊരു പേഷ്യൻ്റ് വന്നാലും നമ്മൾ ഇലക്ട്രോകാർഡിയോഗ്രാം ചെയ്യാൻ പറ്റും. പിന്നെ CHF ഉള്ള പേഷ്യൻറ്റിൻ്റെ മിക്കപ്പോഴും ECG നോർമൽ ആയിരിക്കില്ല. കാരണം ഇതിൻ്റെ റീസൺസിൻ്റെ പല കോസസും നമ്മൾ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഉണ്ട്, ഇസ്കീമിയ ഉണ്ട്, ലെഫ്റ്റ് വെൻട്രിക്കൽ ഹൈപ്പർട്രോഫി ഉണ്ട്, അങ്ങനെ മിക്ക കോസസും ഹൈപ്പർ ടെൻഷൻ, ഈ എല്ലാ കോസസിനും ചേഞ്ചസ് ECG വരുന്നതാണ്. അപ്പം അതിൻ്റെതായ ചേഞ്ചസ് നമുക്ക് ECG കാണാൻ പറ്റും. അപ്പോൾ ECG മിക്കപ്പോഴും നമുക്ക് നോർമൽ ആവാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഏതാണോ കോസസ് അതനുസരിച്ച് നമുക്ക് ECGയിൽ ചേഞ്ചസ് വരും. അപ്പോൾ ഇത് നാലുമാണ് മെയിനായിട്ട് ചെയ്യുന്ന ടെസ്റ്റ്: എക്കോകാർഡിയോഗ്രാം, ചെസ്റ്റ് എക്സ്റേ, BNB, ഇലക്ട്രോകാർഡിയോഗ്രാം. ഇതിനകത്ത് എക്കോകാർഡിയോഗ്രാമിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, അത് നമ്മുടെ സൈഡിലുള്ളതല്ല, ഡോക്ടർ സൈഡിലുള്ളതാണ്. നമുക്ക് മെയിനായിട്ട് ക്വസ്റ്റ്യൻ വരുന്നത് BNB ആണ്. BNBയുടെ വാല്യൂ അറിഞ്ഞിരിക്കണം. BNB കൂടുകയാണെങ്കിൽ ഹാർട്ട് ഫെയിലിയർ വരും എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അടുത്തതായിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് നോക്കാം. ട്രീറ്റ്മെൻറ്റിലാണ് ഒന്നാമത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നമുക്ക് ഇപ്പോൾ നമ്മൾ ഈവൻ ദോ നമ്മൾ മെഡിക്കേഷൻ എടുത്താൽ പോലും നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൂടെ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ പറയുന്നത് ഹാർട്ട് ഫെയിലിയർ ഉള്ള, ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുള്ള പേഷ്യൻ്റ് നമ്മൾ പറയുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ് അല്ലെങ്കിൽ ഒരു ടീച്ചിങ് ആണ് സോഡിയത്തിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളത്. കാരണം സോഡിയം കൂടുതൽ കഴിച്ചാൽ പേഷ്യൻ്റ് ഹൈപ്പർ ടെൻസീവ് ആവും. ഹൈപ്പർ ടെൻസീവ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ ലെഫ്റ്റ് വെൻട്രിക്കിളിന് കൂടുതൽ ഒരു വർക്ക് ലോഡാണ്. കാരണം ഈ ബ്ലഡ് പമ്പ് ചെയ്യാൻ നമ്മൾ ബ്ലഡ് വെസൽസിൻ്റെ പ്രഷറിനെ അതിജീവിച്ച് പമ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ കൂടുതൽ വർക്ക് ചെയ്യണം. അങ്ങനെ ഗ്രാജുവലി നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ വീക്ക് ആവും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സോഡിയം റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറയണം. അതുപോലെ തന്നെ ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ, നമ്മുടെ EF നമ്മൾ ഓൾറെഡി പറഞ്ഞു, LVF ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ EF അനുസരിച്ച് നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഫ്ലൂയിഡ് എന്തുമാത്രം കുടിക്കണം എന്നുള്ളത് നമ്മൾ പേഷ്യൻ്റ് എക്സ്പ്ലെയിൻ ചെയ്യും. ചില പേഷ്യൻറ്റിന് 1.5 to 2 ലിറ്റർ വരെ കൊടുക്കാം. അപ്പോൾ EF ഒത്തിരി കുറഞ്ഞ പേഷ്യൻ്റ് ആണെങ്കിൽ 25% ഒക്കെ ഉള്ള പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ ഒരു 1 ലിറ്റർ അല്ലെങ്കിൽ 1.2 ലിറ്ററൊക്കെ നമ്മൾ ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ പറയാറുണ്ട്. പിന്നെ വെയിറ്റ് മോണിറ്ററിങ്, നമ്മൾ പേഷ്യൻറ്റിന് പ്രത്യേകം പറയും എല്ലാ ദിവസവും രാവിലെ വെയിറ്റ് ചെക്ക് ചെയ്യണം. എന്തെങ്കിലും വലിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം ഡോക്ടറിനെ. ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പേഷ്യൻ്റ് റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയറിലോട്ട് പോകാമെന്നുള്ളതാണ്. പിന്നെ സ്മോക്കിംഗ് സെസേഷൻ, പിന്നെ റെഗുലർ എക്സസൈസ്. റെഗുലർ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ചെയ്യണം. ഒത്തിരി ഹെവി വർക്ക് ലോഡൊന്നും ചെയ്യാൻ പാടില്ല. വാക്കിംഗ് അല്ലെങ്കിൽ സ്വിമ്മിങ്, നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള എക്സസൈസ് ചെയ്യണം.
പിന്നെ മെഡിക്കേഷൻസ് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ജസ്റ്റ് അറിയാൻ വേണ്ടി പറയുവാണ്, നമ്മളൊരു ന്യൂ ഇയർ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4. അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ അനുസരിച്ചാണ് ഡോക്ടേഴ്സ് മെഡിക്കേഷൻസ് കൊടുക്കുന്നത്. ഈ ക്ലാസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഒരു മൈൽഡായിട്ടുള്ള ഹാർട്ട് ഫെയിലർ ആണ്. പേഷ്യൻറ്റ് പ്രത്യേക റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. എന്ന് പറഞ്ഞാൽ ലെവൽ 4 ക്ലാസ് 4 വരുമ്പോഴത്തേക്ക് പേഷ്യൻറ്റ് അറ്റ് റെസ്റ്റ് പോലും ഹാർട്ട് ഫെയിലർ ഉണ്ട്. പേഷ്യൻറ്റ് ഭയങ്കര സിവിയർ ഉള്ള ഫോമിലാണ് നമ്മൾ ഇത് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡോക്ടർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് 1 ഉള്ള പേഷ്യൻറ്റ് മെഡിക്കേഷൻ ആഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഒരു AC ഇൻഹിബിറ്റർ ആഡ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് പേഷ്യൻറ്റ് ക്ലാസ് 2 പോകുമ്പോൾ പേഷ്യൻ്റെ കണ്ടീഷൻ കുറച്ച് നമ്മൾ പറഞ്ഞത് ക്രോണിക് കണ്ടീഷനാണ്. ക്ലാസ് 1 നിന്ന് ക്ലാസ് 2 പേഷ്യൻറ്റ് പോകുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത മെഡിസിൻസ് ആഡ് ചെയ്യും. നമ്മൾ ഒരിക്കലും മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യത്തില്ല. നമ്മളിങ്ങനെ മെഡിസിൻസ് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് 1 വരുന്ന പേഷ്യൻറ്റ് നമ്മൾ AC ഇൻഹിബിറ്റർ കൊടുത്തു. അപ്പോൾ നമ്മൾ കുറേ കൊടുത്ത് പേഷ്യൻറ്റ് കുറച്ചും കൂടെ ഡിറ്റീരിയേറ്റ് ആയി പേഷ്യൻ്റെ കണ്ടീഷൻ. ക്ലാസ് 2 പോയി. ക്ലാസ് 2 പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഡയറോട്ടിക്സ് ആഡ് ചെയ്യും. ക്ലാസ് 3 ആകുമ്പോഴത്തേക്ക് അതിൻ്റെ കൂട്ടത്തിൽ അടുത്ത ഡയറോട്ടിക്സ് ആഡ് ചെയ്യും. ഒരു ആൽഡക്ടോൺ ആഡ് ചെയ്യും. ക്ലാസ് 4 ആകുമ്പോഴത്തേക്ക് നമ്മൾ അനോട്രോപ്സ് അല്ലെങ്കിൽ നമുക്ക് ഡിജോക്സിൻ പോലെയുള്ള മെഡിസിൻസ് കൊടുക്കേണ്ടി വരും. നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്ന മെഡിസിൻസാണ് AC ഇൻഹിബിറ്റർ. നമ്മൾ ലിസ്നോപ്രിൽ എല്ലാ മെഡിസിൻസും പ്രില്ലിൽ എൻഡ് ചെയ്യുന്ന എല്ലാ മെഡിസിൻസും AC ഇൻഹിബിറ്റേഴ്സാണ്. AC ഇൻഹിബിറ്റേഴ്സ് നമുക്ക് പല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഹാർട്ട് റീമോഡലിംഗ് ചെയ്യും സ്വന്തമായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഹൈപ്പർട്രോഫിയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് AC ഇൻഹിബിറ്റർ സഹായിക്കും. അതുപോലെ തന്നെ AC ഇൻഹിബിറ്റർ നമുക്ക് ഡയൂറിസിക്സിനും സഹായിക്കാറുണ്ട്. അതുകൂടെ ബ്ലഡ് പ്രഷറും കുറയ്ക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ഏറ്റവും ഫസ്റ്റ് മാനേജ്മെൻറ്റായിട്ട് കൊടുക്കുന്ന മെഡിസിൻസാണ് AC ഇൻഹിബിറ്റേഴ്സ് ഹാർട്ട് ഫെയിലറിനും. അത് കൂട്ടാതെ ബീറ്റാ ബ്ലോക്കേഴ്സ് കൊടുക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു പല റീസൺസ് ഉണ്ട് പേഷ്യൻ്റ്. അരിത്തീമിയസ് റീസൺസ് ആണ്, മൈക്കൽ ഇൻഫ്രാക്ഷൻ റീസൺസ് ആണ്. അതുപോലൊക്കെ തന്നെ EF ഒത്തിരി കുറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റ് അരിത്തീമിയക്കുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലൊക്കെ തന്നെ ബീറ്റാ ബ്ലോക്കേഴ്സ് നമ്മുടെ ഹാർട്ട് റേറ്റ്, നമ്മുടെ വർക്ക് ലോഡും ഹാർട്ട് റേറ്റും അതുപോലൊക്കെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷറും കുറയ്ക്കും. മിക്ക പേഷ്യൻസിനും ബീറ്റാ ബ്ലോക്കേഴ്സ് കൊടുക്കാറുണ്ട്. മെയിനായിട്ട് കോൺഗോർ കൊടുക്കാറുണ്ട്. മെറ്റപ്പോലുള്ള കാർബിഡലോൾ അങ്ങനെ മെഡിസിൻസ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ ഡയറോട്ടിക്സ് ലാസിക്സ് ആണ് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് കൊടുക്കുന്ന മെഡിസിൻസ്. ഡയറോട്ടിക്സ് നമ്മൾ ഫ്ലൂയിഡ് നമ്മുടെ മെയിനായിട്ട് നമ്മൾ റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലർ അല്ലെങ്കിൽ പൾമണറി കഞ്ചഷൻ ഉള്ള പേഷ്യൻസൊക്കെ ഫ്ലൂയിഡ് ഡ്രെയിൻ ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡയറോട്ടിക്സ് കൊടുക്കും. ഡയറോട്ടിക്സ് ഉള്ള പേഷ്യൻറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട 2-3 കാര്യങ്ങളാണ്. ഒന്ന്, വെയിറ്റ് ചെക്ക് ചെയ്യണം. ഡെയിലി വെയിറ്റ് ചെക്ക് ചെയ്യണം. ഹോസ്പിറ്റലിലാണെങ്കിൽ IO ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം ചെക്ക് ചെയ്യണം. കാരണം നമ്മൾ കൂടുതലായിട്ട് ഡയഗ്നോസിസ് നടക്കുമ്പോൾ നമ്മുടെ യൂറിനിൽ കൂടെ നമ്മൾ പൊട്ടാസ്യം പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പൊട്ടാസ്യത്തിൻ്റെ അളവ് നമ്മൾ എപ്പോഴും നോക്കിയിരിക്കണം. അപ്പം ഡയറോട്ടിക് പോകുന്ന പേഷ്യൻസിന് പൊട്ടാസ്യം എന്തൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും പൊട്ടാസ്യം സൈഡ് എഫക്റ്റ് വരുവാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഹൈ പ്രയോറിറ്റി കൊടുക്കണം. കാരണം പൊട്ടാസ്യം കാരണം നമുക്ക് ഹാർട്ടിനുള്ള പ്രോബ്ലമാണ്, അരിത്തീമിയസ് വരെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെ പ്രശ്നം വന്നാലും അവിടെ പൊട്ടാസ്യം വരുന്നുണ്ടോ നമുക്ക് ആൻസർ നമ്മൾ എപ്പോഴും പൊട്ടാസ്യത്തിൽ നോക്കിയേക്കണം. കാരണം അത് ആൻസർ വരാൻ ചാൻസ് കൂടുതലാണ്. പൊട്ടാസ്യം കൂടുതലും കുറവ് വന്നാൽ പോലും നമ്മുടെ ഹാർട്ടിന് പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ പൊട്ടാസ്യം എപ്പോഴും നോക്കിയിരിക്കണം. പിന്നെ ആൽഡോസ്റ്ററോൺ കൊടുക്കാറുണ്ട്. പിന്നെ ഡിജോക്സിൻ ഞാൻ പറഞ്ഞു. ഡിജോക്സിൻ നമ്മളൊരു 3rd സ്റ്റേജ് അല്ലെങ്കിൽ 4th സ്റ്റേജൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഡിജോക്സിൻ കൊടുക്കും. ഡിജോക്സിൻ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഡിസിനാണ്. ഡിജോക്സിൻ നമ്മൾ എംഗ്ലക്സിന് പഠിച്ചിരിക്കേണ്ട ഒരു മെഡിസിനാണ്. അതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കണം ഡിജോക്സിൻ. അപ്പം ഡിജോക്സിൻ മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ കോൺട്രാക്ഷൻ കൂട്ടാൻ വേണ്ടിയാണ്. ഹാർട്ടിൻ്റെ കോൺട്രാക്ഷൻ കുറച്ച് ഡീപ്പ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡിജോക്സിൻ കൊടുക്കുന്നത്. അതുകൂടാതെ തന്നെ സിവിയറായിട്ട് പോകുമ്പോൾ പേഷ്യൻ്റ് ഒരു സിവിയർ കണ്ടീഷനിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അനോട്രോപ്സ് കൊടുക്കും. ഡോബിറ്റാമിനാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്ന അനോട്രോപ്സ്. ഡോബിറ്റാമിൻ കൊടുക്കും. അതൊക്കെ നമ്മൾ ക്ലാസ് 4 നമ്മൾ പറഞ്ഞ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 അങ്ങനെയാണ് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ട് അതനുസരിച്ചാണ് ഡോക്ടേഴ്സ് മെഡിസിൻ കൊടുക്കുന്നത്. ക്ലാസ് 4 പേഷ്യൻസിനാണ് ഡിജോക്സിനും ഡോബിറ്റാമിനൊക്കെ നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത്. പിന്നെ വാസോ ഡൈലേറ്റേഴ്സ് നമ്മൾ കൊടുക്കാറുണ്ട്. വാസോ ഡൈലേറ്റേഴ്സ് എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് വിനോ ഡൈലേഷൻ നടക്കും. വിനോ ഡൈലേഷൻ നടത്തിയിട്ട് ഹാർട്ടിൻ്റെ പ്രീലോഡ് കുറച്ചിട്ട് നമ്മുടെ ഹാർട്ടിൻ്റെ വർക്ക് ലോഡ് കുറയ്ക്കുക. അതാണ് വാസോ ഡൈലേറ്റേഴ്സിൻ്റെ മെയിൻ ആക്ഷൻ. വാസോഡൈലേറ്റേഴ്സാണ് മോർഫിൻ നമ്മൾ മെയിനായിട്ട് പൾമണറി എഡീമയുള്ള പേഷ്യൻ്റ് നമ്മൾ മോർഫിൻ കൊടുക്കാറുണ്ട്. മോർഫിൻ കൊടുക്കുന്ന മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അത് വീനോ ഡൈലേഷൻ ഉണ്ടാക്കും. വീനോ ഡൈലേഷൻ കാരണം നമ്മൾ പ്രീലോഡ് കുറയും. പ്രീലോഡ് കുറഞ്ഞിട്ട് നമ്മുടെ കാർഡിയാക്കിൻ്റെ വർക്ക് ലോഡും കുറയും. അതിനാണ് നമ്മൾ മെയിനായിട്ട് വാസോഡൈലേറ്റേഴ്സ് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് അടുത്തതായിട്ടുള്ള കാരണം നമ്മുടെ പേഷ്യൻ്റ് സിവിയർ കണ്ടീഷനിലായി നമ്മൾ ന്യൂ ഇയർ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് നമ്മൾ സ്റ്റേജ് 4 കവർ ചെയ്തു. ഇനി നമുക്ക് പേഷ്യൻ്റ് EF ഒത്തിരി കുറഞ്ഞു ബിലോ 25% ഒക്കെ ഉള്ളൂ. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് മെഡിക്കേഷൻ വെച്ച് നമുക്ക് പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറാണ് ഡിവൈസ് തെറാപ്പീസ്, ഇംപ്ലാന്റബിൾ കാർഡിയോവേർട്ടർ ഡിഫിബ്രിലേറ്റർ. ഇത് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് കാരണം EF ഉള്ള പേഷ്യൻസിനൊക്കെ EF കുറവുള്ള പേഷ്യൻസൊക്കെ അരിത്തീമിയസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അരിത്തീമിയസ് ഉണ്ടാകുന്ന ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇംപ്ലാന്റബിൾ കാർഡിയാക് ഡിഫിബ്രിലേറ്റർ ചെയ്യുന്നത്. അതുപോലെ തന്നെ കാർഡിയാക് റീസിഗ്നേഷൻ തെറാപ്പി. മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് അത് എൻഡ് സ്റ്റേജ് ഉള്ള പേഷ്യൻസിനാണ്.
പിന്നെ സർജിക്കൽ ഇൻ്റർവെൻഷൻ നമ്മൾ പറഞ്ഞു, CABG വിത്ത് വാൽവ് റിപ്പയർ. ഇപ്പം വാൽവിനുള്ള പ്രശ്നമാണ് റീഗജിറ്റേഷൻ അല്ലെങ്കിൽ വാൽവ് സ്റ്റെനോസിസ് ഒക്കെ ഉള്ള പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്തേ പറ്റൂ. കാരണം നമുക്ക് ഹാർട്ടിന് നമുക്ക് എന്തുമാത്രം പമ്പ് ചെയ്താൽ പോലും ബ്ലഡ് നമുക്ക് പോകാൻ പറ്റുന്നില്ല. സ്റ്റെനോസിസ് കാരണം അല്ലെങ്കിൽ റീഗജിറ്റേഷൻ കാരണം നമ്മൾ ബ്ലഡ് തിരിച്ചു പോവാം. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം മൈട്രൽ റീഗജിറ്റേഷൻ മീൻസ് നമുക്ക് അയോട്ടയിലോട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈട്രൽ വാൽവ് ഓപ്പൺ ആവുകയാണെങ്കിൽ നമ്മൾ പമ്പ് ചെയ്യുന്ന പകുതി ബ്ലഡ് നമ്മുടെ മൈട്രൽ വാൽവ് വഴി നമ്മുടെ ലെഫ്റ്റ് അറ്റത്തിലോട്ട് പോകും. അപ്പോൾ നോർമലി നമുക്ക് അയോട്ട പമ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈട്രൽ വാൽവ് ക്ലോസ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ റീഗജിറ്റേഷൻ ഉണ്ടാകുമ്പോൾ പ്രോപ്പറായിട്ട് ക്ലോസ് ആവുന്നില്ല, ചെറുതായിട്ട് ഓപ്പൺ ആയിരിക്കും. അപ്പം പുഷ് ചെയ്യുന്ന ബ്ലഡ് പകുതിയും ലെഫ്റ്റ് അറ്റത്തിൽ തിരിച്ചു പോകും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് അത് ട്രീറ്റ് ചെയ്യണം. പിന്നെ എൻ സ്റ്റേജിൽ നമുക്ക് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യും. അതൊക്കെ എൻ സ്റ്റേജിലാണ്. അതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്. ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനകത്ത് സോഡിയം ആൻഡ് ഫുഡ് റെസ്ട്രിക്ഷൻ, വെയിറ്റ് ഗെയിൻ, അതൊക്കെയാണ് നേഴ്സസിൻ്റെ മാനേജ്മെൻറ്റായിട്ടും വരുന്നത്. പിന്നെ മെഡിക്കേഷൻസിലൊക്കെ ACE ഇൻഹിബിറ്റർ കൊടുക്കുന്ന പേഷ്യൻറ്റ് പൊട്ടാസ്യം കൂടാറുണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ BP കുറവുള്ള പേഷ്യൻറ്റിന് ACE ഇൻഹിബിറ്റർ കൊടുക്കത്തില്ല. ബീറ്റ ബ്ലോക്കേഴ്സ് നമ്മൾ കൊടുക്കുന്ന പേഷ്യൻറ്റിന് നമ്മളെപ്പോഴും ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ BP ചെക്ക് ചെയ്യണം. ഹാർട്ട് റേറ്റും BPയും കുറവുള്ള പേഷ്യൻറ്റ് നമ്മൾ ബീറ്റ ബ്ലോക്കേഴ്സ് കൊടുക്കത്തില്ല. ഡയോട്ടിക്സ് കൊടുക്കുന്ന പേഷ്യൻറ്റ് നമ്മൾ പൊട്ടാസ്യം ചെക്ക് ചെയ്യണം, കാരണം പൊട്ടാസ്യം ഹൈപ്പർകലമിയ പോവും. ആൽഡോസ്റ്ററോൺ കൊടുക്കുന്ന പേഷ്യൻറ്റ് നമ്മൾ വീണ്ടും പൊട്ടാസ്യം ചെക്ക് ചെയ്യണം, കാരണം പേഷ്യൻറ്റ് ഹൈപ്പർകലമിയ പോവും. ഡിജോക്സിൻ പോകുന്ന പേഷ്യൻറ്റിന് കുറേ കാര്യം ചെക്ക് ചെയ്യാനുണ്ട്. ഡിജോക്സിൻ നമ്മൾ ടോക്സിസിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ഡിജോക്സിൻ പോകുന്ന പേഷ്യൻറ്റ് ഡിജോക്സിൻ ലെവൽ നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ ഡിജോക്സിൻ കൊടുക്കുന്ന ടൈം, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടോക്സിറ്റി ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ നോർമലി ഹോസ്പിറ്റലിലൊക്കെ 5 days ആവും, എല്ലാ ദിവസവും കൊടുക്കാറില്ല, 5 days ഒക്കെയാണ് കൊടുക്കാറുള്ളൂ. പിന്നെ ഡിജോക്സിൻ ടോക്സിസിറ്റി വരുവാണെങ്കിൽ അതിന് മെയിനായിട്ട് കാണുന്ന സിംറ്റംസ് ഉണ്ട്, നോസിയ, വോമിറ്റിംഗ്, വിഷ്വൽ ഡിസ്റ്റർബൻസസ്, ഇതൊക്കെ നമ്മളുണ്ടോ നോക്കുക. പിന്നെ വാസോഡൈലേറ്റേഴ്സ്, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള മെഡിക്കേഷൻസ്. അടുത്തതായിട്ട് നഴ്സിംഗ് കെയർ ഓഫ് CHF പേഷ്യൻസ്. അത് ഓൾറെഡി നമ്മൾ ലാസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വൈറ്റൽ സൈൻസ് കഴിക്കുകയാണ്. കാരണം വൈറ്റൽ സൈൻസ് നമുക്ക് ഒരു ഫിസിയോളജിക്കൽ ഫങ്ഷൻ, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഫിസിയോളജിക്കലായിട്ടുള്ള ഒരു ഫങ്ഷൻ എങ്ങനെ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഓവറോൾ വ്യൂ തരും. അപ്പോൾ നമുക്ക് ഓക്സിജൻ സാച്ചുറേഷൻ BP കുറവാണോ, അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് കൂടുതലാണോ, ഓക്സിജൻ സാച്ചുറേഷൻ കുറവാണോ, റെസ്പിറേറ്ററി റേറ്റ് കൂടുതലാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു പേഷ്യൻറ്റ് പൾമണറി എഡീമിയ പോവുകയാണെങ്കിൽ പേഷ്യൻറ്റ് സാച്ചുറേഷൻ കുറയും, പേഷ്യൻറ്റിന് റെസ്പിറേറ്ററി റേറ്റ് കൂടും, ഹാർട്ട് റേറ്റ് കൂടും, BP കുറയും. ഇതെല്ലാം ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ നമ്മൾ കോറിലേറ്റ് ചെയ്യണം. നമ്മുടെ ഏത് പേഷ്യൻറ്റ് അതിൻ്റെ സിവിയർ കണ്ടീഷനിലോട്ട് പോയില്ലോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ വൈറ്റൽ സൈൻസ് ചെക്ക് ചെയ്യുന്ന കാരണം. പിന്നെ നമ്മൾ ഫ്ലൂയിഡ് ഓവർലോഡ്, ഡെയിലി വെയിറ്റ് ചെക്ക് ചെയ്യണം. എഡിമ ഉണ്ടെങ്കിൽ എഡിമ ചെക്ക് ചെയ്യണം. പിന്നെ ലങ് സൗണ്ട്സ്, നമുക്ക് ക്രാക്കിൾസ് ഒക്കെ ഉണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ക്രാക്കിൾസ് ഇമ്പ്രൂവ് ആയോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. പിന്നെ ജുഗുലാർ വെനസ് ഡിസ്റ്റൻഷൻ, നമ്മൾ റൈറ്റ് വെൻട്രിക്കുലർ ഹാർട്ട് ഫെയിലിയറിന് കാണുന്ന ഒരു സിംറ്റമാണ് ജുഗുലാർ വെനസ് ഡിസ്റ്റൻഷൻ. നമ്മൾ അതും ചെക്ക് ചെയ്യണം. പേഷ്യൻറ്റിന് JVD നോർമലാണോ അതോ എക്സ്റ്റൻഡ് ആണോ അല്ലെങ്കിൽ പ്രൊട്രൂഡ് ആണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ നമ്മുടെ ഒരു മാനേജ്മെൻറ്റാണ് അഡ്മിനിസ്റ്റർ മെഡിക്കേഷൻസ്. അപ്പോൾ ഓൾറെഡി ലാസ്റ്റ് പറഞ്ഞ് നമ്മൾ ACE ഇൻഹിബിറ്ററും ബീറ്റ ബ്ലോക്കേഴ്സ് ഒക്കെ കൊടുക്കുന്ന പേഷ്യൻറ്റിൻ്റെ BP ചെക്ക് ചെയ്യണം. BP കുറവാണെങ്കിൽ കൊടുക്കാൻ പാടില്ല, ഹോൾഡ് ചെയ്യണം. അതുപോലെ തന്നെ ഡയോസിസും ഈവൻ ലാസിക്സ് കൊടുക്കുന്ന പേഷ്യൻ്റ് അല്ലെങ്കിൽ ആൽഡോസ്റ്ററോൺ പോകുന്ന പേഷ്യൻറ്റിന് നമ്മൾ പൊട്ടാസ്യം ചെക്ക് ചെയ്യണം. റാംപ്രിൽ പോകുന്ന പേഷ്യൻറ്റ് പൊട്ടാസ്യം ചെക്ക് ചെയ്യണം. അങ്ങനെയുള്ള ഇലക്ട്രോലൈറ്റ്സിനുള്ള ചേഞ്ചസ് ഒക്കെ വരാറുണ്ട് മോസ്റ്റ് മെഡിക്കേഷൻസും, നമ്മൾ അതൊക്കെ ചെക്ക് ചെയ്യണം. പിന്നെ നമ്മൾ പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ കൊടുക്കണം. പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ലോ സോഡിയം ഡയറ്റാണ്. അതുപോലെ തന്നെ മെഡിക്കേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യണം. അപ്പോൾ മോസ്റ്റ് ടൈംസിൽ നമുക്കിപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള റിസർച്ച് ഒക്കെ പറയാമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുമാത്രം മെഡിക്കേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ പോലും പേഷ്യൻ്റ് വീണ്ടും റിട്ടേൺ ആയിട്ട് ഹോസ്പിറ്റലിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് മെഡിക്കേഷൻ ഫോളോ ചെയ്യാത്തതാണ്. പേഷ്യൻ്റ് ചിലപ്പം മെഡിക്കേഷൻസ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഫില്ല് ചെയ്യുന്ന ആഫ്റ്റർ 3 days 4 days ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 1 week മെഡിക്കേഷൻസ് കഴിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് ബെറ്ററായിട്ട് തോന്നും. ബെറ്ററായിട്ട് കൊടുത്തിന് ബാക്കി 2 week നമുക്ക് മെഡിക്കേഷൻസിലൊക്കെ ലാസിക്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചില്ലെങ്കിൽ നമുക്ക് വീണ്ടും ഫ്ലൂയിഡ് ഓവർലോഡ് ഉണ്ടാകും. അപ്പോൾ 1 week മെഡിക്കേഷൻ കഴിച്ചിട്ട് പിന്നെ 1 week മെഡിക്കേഷൻ കഴിച്ചില്ലെങ്കിൽ പേഷ്യൻറ്റ് വീണ്ടും ആ ഫ്ലൂയിഡ് ഓവർലോഡായിട്ട് പേഷ്യൻറ്റ് വീണ്ടും ബ്രീത്തിങ് ഡിസ്കംഫർട്ട് വരും. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഹെൽത്ത് ടീച്ചിങ് കൊടുക്കണം. മെഡിക്കേഷൻസ് എന്തൊക്കെ സൈഡ് എഫക്ട്സ് ആണ്, അപ്പം മെഡിക്കേഷൻ്റെ റെജിമിൻ്റെ ഇമ്പോർട്ടൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേഴ്സസ് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ഹാർട്ട് ഫെയിലിയർ ഒരു ക്രോണിക് കണ്ടീഷനാണ്. പക്ഷേ നമുക്ക് ചില കേസസിലൊക്കെ ഒരു പോസ്റ്റ് MIയോ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനൊക്കെ കഴിഞ്ഞിട്ട് പേഷ്യൻറ്റ് അല്ലെങ്കിൽ ഹൈ ആയിട്ട് ഈ സോഡിയം ഇൻടേക്ക് എടുത്ത പേഷ്യൻറ്റ് ഹൈപ്പർടെൻസീവൊക്കെ ആയിട്ട് പേഷ്യൻറ്റ് വരാറുണ്ട് അക്യൂട്ടായിട്ട്. അങ്ങനെയുള്ള കേസിൽ എങ്ങനെ നമുക്ക് പേഷ്യൻറ്റ് മാനേജ് ചെയ്യണമെന്നാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. ASAS ABC ആണ്, എയർവേ ആണ് നമ്മുടെ ഫസ്റ്റ് മാനേജ്മെൻറ്റ്. നമുക്ക് പ്രയോറിറ്റി ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കും. നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ എയർവേ കണ്ടിരിക്കണം. എയർവേയുടെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ആൻസർ എയർവേ ആയിരിക്കും. പിന്നെ നമ്മൾ ഓക്സിജൻ കൊടുക്കുക. പിന്നെ മെഡിക്കേഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഡയറോട്ടിക്സ് ആൻഡ് വാസോഡൈലേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. പേഷ്യൻ്റ് അഥവാ നമുക്ക് ലാസിക്സ് വല്ലതും കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ പേഷ്യൻറ്റോട് പറയണം ലാസിക്സ് എടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ പൊസിഷൻ, പേഷ്യൻ്റ് എപ്പോഴും ഹൈ ഫോളിയസ് പൊസിഷനിങ്.
പൊസിഷൻ കൊടുക്കണം. ചെസ്റ്റ് റിലേറ്റഡ് അല്ലെങ്കിൽ നമുക്ക് ലങ്സ് റിലേറ്റഡ് ഏത് പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാലും സെമി ഫോളിയസ് പൊസിഷൻ ഫോർ ഹാർട്ട്, ലങ്സിനാണെങ്കിൽ ഹൈ ഫോളിയസ് പൊസിഷൻ ആയിരിക്കും. അത് നമുക്ക് ഏത് ടോപ്പിക് ആണെങ്കിൽ പോലും നമുക്ക് ലങ്സ് റിലേറ്റഡ് ആണെങ്കിൽ നമുക്ക് ഹൈ ഫോളിയസ് പൊസിഷൻ കൊടുക്കണം. അടുത്തായിട്ട് നമുക്ക് ഇത്ര നേരം സംസാരിച്ചതിൽ നിന്ന് കുറച്ചൊരു കാര്യങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എക്സാം പർപ്പസിനായിട്ട് കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. നമ്മൾ പ്രയോറിറ്റി ആയിട്ട് ഹാർട്ട് ഫെയിലിയർ ഉള്ള പേഷ്യൻ്റ് എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യാമെന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എപ്പോഴും എയർവേക്ക് നമ്മൾ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം. പിന്നെ നമുക്ക് എപ്പോഴും നമുക്ക് പൾമണറി കഞ്ചഷൻ അല്ലെങ്കിൽ പൾമണറി എഡീമ ഉള്ള ഓപ്ഷൻസ് ഒക്കെ കാണും. അങ്ങനെയുള്ള പേഷ്യൻ്റ് നമുക്ക് പൊസിഷനിങ് അല്ലെങ്കിൽ നമുക്ക് ഡയറൂട്ടിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓർത്തിരിക്കണം. പിന്നെ നമുക്ക് കീ ലാബ്സ്, നമുക്ക് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസും അതുപോലെ തന്നെ BNP യുടെ വാല്യൂ അറിഞ്ഞിരിക്കണം. അതപ്പം നമുക്കത് ഒരു സിനാരി തരുമ്പോൾ നമുക്ക് അത് ഹാർട്ട് ഫെയിലിയർ ആണോ ഇല്ലയോ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. കൂടാതെ തന്നെ മെഡിക്കേഷൻ സേഫ്റ്റി, എനിക്ക് കൊടുക്കുന്ന മെഡിക്കേഷൻസ് ലൈക്ക് AC ഇൻഹിബിറ്റർ, ബീറ്റ ബ്ലോക്കേഴ്സ്, ഡിജോക്സിൻ, ഡയോറിസിസ്, ഇതിനെല്ലാത്തിനും സൈഡ് എഫക്റ്റ് ഉള്ള മെഡിസിൻസ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡിജോക്സിൻ ടോക്സിസിറ്റിയാണ്. ഡിജോക്സിൻ ടോക്സിസിറ്റി ലൈഫ് ത്രെട്ടനിങ് ആണ്. അപ്പോൾ ഡിജോക്സിൻ ടോക്സിസിറ്റിയുടെ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന സിംറ്റംസ് ആണ് നോസിയ, വിഷ്വൽ ഡിസ്റ്റർബൻസ് ആൻഡ് അരിത്തിമിയ. ഇത് മൂന്നും ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറിനോട് റിപ്പോർട്ട് ചെയ്യണം, മെഡിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ സ്റ്റോപ്പ് ദി മെഡിക്കേഷൻ ആണ്, എന്നിട്ട് നമ്മൾ ഡോക്ടറിനോട് റിപ്പോർട്ട് ചെയ്യത്തുള്ളൂ. ഒരു ഓപ്ഷൻ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ ഇൻഫോം ദി ഡോക്ടർ എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ ഫസ്റ്റ് നമ്മുടെ മാനേജ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഡോക്ടറെ ഇൻഫോം ചെയ്യാവുള്ളൂ. അപ്പം ഏതെങ്കിലും ഒരു പേഷ്യൻറ്റിന് നമ്മൾ ഡിജോക്സിൻ കിട്ടുന്ന പേഷ്യൻറ്റിന് നോസിയും വിഷ്വൽ ഡിസ്റ്റർബൻസ് ഒക്കെ കാണുവാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ മെഡിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡോക്ടറെ ഇൻഫോം ചെയ്യാറുള്ളൂ. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ടീച്ചിങ് ആണ്. പേഷ്യൻറ്റിനോട് ഇൻഫോം ചെയ്യണം, ഡെയിലി വെയിറ്റ് ചെക്ക് ചെയ്യണം. ഡെയിലി വെയിറ്റ് പെർ ഡേ 24 hours 2 LB അല്ലെങ്കിൽ 2 to 3 LB കൂടുതലുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട്, ഇപ്പോൾ ഇൻടേക്ക് നമുക്ക് EF അനുസരിച്ച് പേഷ്യൻറ്റിനോട് എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് മാത്രം ഫ്ലൂയിഡ് കുടിക്കാൻ പറ്റും. ചില പേഷ്യൻസിന് ചിലപ്പോൾ 1.2 ലിറ്റർ ആയിരിക്കും, ചില പേഷ്യൻറ്റ് 2 ലിറ്റർ ആയിരിക്കും. അത് പ്രോപ്പർ എക്സ്പ്ലനേഷൻ കൊടുക്കണം. അതുകൂടാതെ തന്നെ നമ്മുടെ ഔട്ട്പുട്ട്, പേഷ്യൻറ്റിൻ്റെ ഔട്ട്പുട്ട് കുറയുകയാണെങ്കിലും റിപ്പോർട്ട് ചെയ്യാൻ പറ്റണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കോമൺ ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് CHF-ൽ. ഇപ്പം ഒരു എംഗ്ലക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കോമൺ ആയിട്ട് എംഗ്ലക്സിൻ്റെ ക്വസ്റ്റ്യൻ CHF വരുന്നതെന്ന് പറയുമ്പം ഒരു ന്യൂ ജനറേഷൻ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഒരു ലോങ് സിനാരിയോസ് ഒക്കെ തരും. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. ഒരു 4 ഓപ്ഷൻസ് കാണും. പൾമണറി എഡീമ കാണും, അല്ലെങ്കിൽ MI കാണും, ഹാർട്ട് ഫെയിലിയർ കാണും, പിന്നെ ഏതെങ്കിലും ഒരു 4 ഓപ്ഷൻസ് കാണും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഹാർട്ട് ഫെയിലിയറിലോട്ട് പോകാം. ഹാർട്ട് ഫെയിലിയറിലോട്ട് പോകുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വെയിറ്റ് ഗെയിൻ ഒരു ഓപ്ഷനാണ്, അതല്ലെങ്കിൽ എഡീമ ഒരു ഓപ്ഷനാണ്. പിന്നെ നമുക്ക് BNP 100 above ആണെങ്കിൽ നമുക്ക് നമുക്ക് ഉറപ്പാണ് ഹാർട്ട് ഫെയിലിയർ ആണ്. പിന്നെ ക്രാക്കിൾസ്, നമ്മൾ ഓസ്കുലേറ്റ് ചെയ്യുമ്പോൾ ക്രാക്കിൾസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു സിംറ്റംസ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് ഹാർട്ട് ഫെയിലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് അവർ മെയിനായിട്ട് എപ്പോഴും കാണിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സിംറ്റംസ്, സൈൻസ് ആൻഡ് സിംറ്റംസ് വരും. നമ്മൾ സെലക്ട് ചെയ്യണം ഏതാണ് റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ, ഏതാണ് ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ സംസാരിച്ചു, നമ്മുടെ ലങ്സിന് റിലേറ്റ് ചെയ്യുന്ന സിംറ്റംസ് അല്ല ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ ആണ്, അല്ലാതെ നമ്മുടെ ഓർഗൻസിനെ റിലേറ്റ് ചെയ്ത് എല്ലാം മെഗാലീസ് എല്ലാം നമുക്ക് വരുന്നത് റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ ആണ്. നമ്മൾ അതനുസരിച്ച് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് അതിനകത്ത് തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നുകൊണ്ടിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻത്തേക്കും ഡോക്ടർ കുറേ മെഡിക്കേഷൻസ് ഓർഡർ ചെയ്തു, നിങ്ങളതെങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യും, നിങ്ങൾ എങ്ങനെ പേഷ്യൻറ്റ് കൊടുക്കും. ചിലപ്പോൾ അതിൻ്റെ IV ഫ്ലൂയിഡ് ഒക്കെ കാണും, പേഷ്യൻ്റ് ഹൈപ്പർടെൻസീവ് ആയിരിക്കും, IV ഫ്ലൂയിഡ് ഉള്ളു. അപ്പം IV ഫ്ലൂയിഡ് ഒന്നും നമ്മൾ ഹാർട്ട് ഫെയിലിയർ ഉള്ള പേഷ്യൻറ്റ് കൊടുക്കത്തില്ല, കാരണം ഓൾറെഡി ഫ്ലൂയിഡ് ഓവർലോഡാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡയറൂട്ടിക്സ് കൊടുക്കാറുണ്ട്, പൊസിഷൻ ചെയ്യാറുണ്ട്, ഓക്സിജൻ കൊടുക്കും. പിന്നെ നമ്മുടെ വാസോ റിലേറ്റീവ്സ് ചിലപ്പോൾ മോർഫിൻ കാണും അതിൻ്റെ അകത്ത്, ചിലപ്പം ഏതെങ്കിലും നൈട്രേറ്റ്സ് ആയിരിക്കും. അങ്ങനെയുള്ള മെഡിക്കേഷൻ നമുക്ക് കൊടുക്കാറുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യനായിട്ട് നമ്മൾ ചോദിക്കും, നമ്മളിപ്പം ഇത്രയും മെഡിക്കേഷൻസ് ഡോക്ടർ ഓർഡർ ചെയ്തു, നിങ്ങൾ എന്തൊക്കെ സൈഡ് എഫക്റ്റാണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്നുള്ളത്, നിങ്ങൾ എന്തൊക്കെ ചെക്ക് ചെയ്യുന്നുള്ളത്, ബ്ലഡ് ടെസ്റ്റ്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു BP ചെക്ക് ചെയ്യും, കാരണം നമുക്ക് AC ഇൻഹിബിറ്റർ ഉണ്ടെങ്കിൽ BP ചെക്ക് ചെയ്യും, ബീറ്റ ബ്ലോക്കേഴ്സ് ഉണ്ടെങ്കിൽ BP ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യും, ഡയോട്ടിക്സ് ഉണ്ടെങ്കിൽ നമ്മൾ പൊട്ടാസ്യം ചെക്ക് ചെയ്യും, ഡിജോക്സിൻ ഉണ്ടെങ്കിൽ നമ്മൾ ഡിജോക്സിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ കോംപ്ലിക്കേഷൻസ് ചിലപ്പോൾ ചോദിക്കും. അങ്ങനെ ഒരു 6 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് കിട്ടും. കോമൺലി നമുക്ക് ഒരു ന്യൂ ജനറേഷൻ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഹാർട്ട് ഫെയിലിയർ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ച ടോപ്പിക്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത്രയും നമ്മളൊരു കുറച്ച് കോമൺ സെൻസ് ഉപയോഗിച്ച് നമ്മൾ ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ മനസ്സിലാക്കി നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം ഇന്ന് നമ്മൾ സംസാരിച്ചതാണ് CHF. എന്ന് കൺക്ലൂഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്താണ് CHF എന്ന് പറഞ്ഞു, എന്തൊക്കെയാണ് അതിൻ്റെ ടൈപ്സ് എന്ന് പറഞ്ഞു, പിന്നെ സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് ഹാർട്ട് ഫെയിലിയർ പറഞ്ഞു, പിന്നെ നമ്മൾ പറഞ്ഞു റൈറ്റ് സൈഡ് ആൻഡ് ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയറിനെ പറ്റി സംസാരിച്ചു, പിന്നെ അതിൻ്റെ സയൻസ് ആൻഡ് സിംറ്റംസിനെ പറ്റി സംസാരിച്ചു, പിന്നെ നമ്മൾ ഡയഗ്നോസ്റ്റിക്സ് പറഞ്ഞു, പിന്നെ ട്രീറ്റ്മെൻറ്റ്, പിന്നെ നഴ്സിംഗ് മാനേജ്മെൻറ്റ്. ഇത്രയൊക്കെയാണ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ CHF. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദ വീഡിയോ, ആൻഡ് വിൽ സീ യു ഫോർ ദ നെക്സ്റ്റ് ടൈം. താങ്ക് യു. ബൈ ബൈ.